അപ്പോൾ കെ രമ ജയിക്കേണ്ടത് കെ രമയും പണ്ട് CPM തന്നെയായിരുന്നു. അപ്പോൾ CPM നിന്ന് പുറത്തു വന്ന് UDFൻ്റെ കൂടെ കൂടി മത്സരിക്കുകയാണ്. കെ രമ ജയിക്കേണ്ട ആവശ്യമെന്ന് പറഞ്ഞത് ഈ 51 വെട്ടുവെട്ടി ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് CPM എന്ന പാർട്ടിയുടെ ഒരു അറിവും സമ്മതവും ഒക്കെ ഇല്ലാതെ നടക്കത്തില്ലല്ലോ എന്ന് തന്നെയല്ല. അത് അന്വേഷിച്ച സമയത്ത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി. അന്ന് അദ്ദേഹം പറഞ്ഞു, ആദ്യം ഈ പ്രതികളെയൊക്കെ അവർക്കുള്ള ഈ പ്രത്യക്ഷത്തിൽ വന്ന പ്രതികളുടെ ചാർജ് ഷീറ്റ് ആദ്യം കോടതിക്ക് നൽകാം, അതിനുശേഷം ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയ ആൾക്കാർ ആരാണെന്നുള്ള കണ്ടുപിടിക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണം, സെപ്പറേറ്റ് അന്വേഷണം, എന്നിട്ട് സ്പ്ലിറ്റ് ചാർജ് ഷീറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ സ്പ്ലിറ്റ് ചാർജ് ഷീറ്റ് പിന്നീട് നൽകാമെന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ പിന്നീട് എല്ലാവരും അത് മറന്നു. ഈ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്ന ആൾക്കാരുടെ ഗൂഢാലോചന, ആരൊക്കെയാണ് ആ ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ശ്രമവും പിന്നീട് കേരളത്തിലുണ്ടായില്ല.